ഗലാത്യ 1:10. അവന് എല്ലാവർക്കും ജ്ഞാനം വേണം. ആ സമരിയാക്കാരി സ്ത്രീ കണ്ടില്ലേ, വലിയ പാവിനിയാണ്. ഈശോ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവളോടാണ് ഏറ്റവും വലിയ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. ആ രഹസ്യം എന്താണെന്ന് കേൾക്കാം. യോഹന്നാൻ 4:23-24 വാക്യത്തിൽ. യേശു അവളോട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് ദൈവം അന്വേഷിക്കുന്നത്, പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നാം ആത്മാവിലും സത്യത്തിലാണ്. നാമം ആത്മാവിലോട്ട് ഓരോരുത്തരും വരണം. ഈശോയുടെ കാലത്തുള്ളതും ഇപ്പോഴും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ആത്മാവിന് വ്യത്യാസമുണ്ടോ? ഇല്ല. പുണ്യാളന്മാർക്ക് വ്യത്യാസമുണ്ടോ? അപ്പോസ്തലന്മാർക്ക് വ്യത്യാസമുണ്ടോ? പൗലോസിനും പത്രോസിനും വ്യത്യാസമുണ്ടോ? ഇല്ല. മാലാഖമാർക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. പിശാചിനോ? അവൻ കൂടിയിട്ടേ ഉള്ളൂ. കണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. സ്വർഗത്തിന് വ്യത്യാസമുണ്ടോ? കൂദാശകൾക്ക് വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. വ്യത്യാസം പിന്നെ എന്തിനാണ്? നമ്മുടെ ചിരി, നമ്മുടെ നടപ്പ് കേൾക്കുക. പ്രഭാഷകൻ 19:29-30. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. വേഷം, ചിരി, നടപ്പ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നടപ്പിലൊക്കെ വ്യത്യാസമില്ലേ? പണം വന്നാൽ നടക്കണ വേറെ വിധത്തിലല്ലേ? അതറിയാം. സ്വർണം പല്ലുകെട്ടിക്കാമോ? 10 പല്ല് കെട്ടും. അതും കെട്ടും. 2 കൈയിലും കൊട പിടിക്കുക. 10 പേരിലെ മോരിടുവോ? പിന്നെ എന്തൊക്കെ ഉണ്ടോ? കാണിച്ചു വിട്ടാത്ത വല്ലതും ഉണ്ടാവുമോ? ഒറ്റ കുടിക്കാൻ പോവോ? ഇല്ല. ഇത്ര കൂട്ടുകാരാ ഇല്ലേ? അപ്പൊ നടപ്പിലൊക്കെ വ്യത്യാസം വന്നോ? ചിരിയോ? എന്തെല്ലാം തരത്തിൽ കള്ളച്ചിരി ഇരിക്കും ഇല്ലേ? ചിരി. പിന്നെന്താണ്? വേഷം. വല്യമ്മമാരോട് സ്ലീവ്ലെസ് കയ്യില്ലാത്ത ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് നടക്കണില്ലേ? അത് അവസ്ഥ. തൂക്കം. വല്യമ്മ നടക്കാൻ പാടാത്ത വല്യമ്മ തൂക്കം. ഞാൻ എടുത്ത് ചെന്നപ്പോൾ കണ്ടതാണ്. മരിക്കാൻ കിടക്കുന്ന വല്യമ്മ വലിയ തൂക്കവും ഇട്ടുകൊണ്ട് കിടക്കും. വല്യമ്മ എന്നോട് പറയാണ്, എൻ്റെ നല്ല പ്രായം ഒന്ന് കാണണ്ടായിരുന്നു. കണ്ടോ? ചോര തട്ടെടുക്കാന്നൊക്കെ എന്നോട് പറയാണ്. ഞാനൊരു 4-5 കൊല്ലത്തിന് മുമ്പ് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കണ്ടോ ആ ആഗ്രഹം കണ്ടോ? എന്നിട്ട് പറയും ബിസ്ക്കറ്റ് ബ്രാൻഡ് കിട്ടുമെങ്കിൽ ഒരു കൂട്ടൊന്ന് താന്നു. അതും കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നാണ് പറഞ്ഞില്ലായിരുന്നു ആദ്യം. കണ്ടോ? ഈ അവസ്ഥയിലാണ്. അതാ ലോകത്തിനുള്ള മൈത്രിയാണ്. യാക്കോബ് 4:4. ദൈവത്തിന്റെ ശത്രു. റോമ 8:7. ജഡ്ഡിയ താല്പര്യത്തിൽ മൊഴിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധിക്കില്ല. അവർക്ക് കഴിയേയില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:16-17. ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ആശ്രയിച്ചിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പഴയ കാലത്ത് ആരെങ്കിലുമൊക്കെ കാണും നല്ല പ്രാർത്ഥനയുള്ളവർ. അവർക്ക് പ്രാർത്ഥനയൊക്കെ കേട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് യേശുവിന്റെ വചനം കേൾക്കാനിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കാലത്ത് ഇപ്പോഴും നമ്മൾ വല്ല വ്യത്യാസമുണ്ടോ? ഒന്നും വ്യത്യാസമില്ല. ദൈവം വന്നത് ആത്മാവിനെ തേടിയാണ്. അതാ സമരിയാക്കാരി സ്ത്രീ ഈശോ പറഞ്ഞ് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന്. അത് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് ആ മിശിയ അങ്ങ് ക്രിസ്തുവാണെന്ന്. ഈശോ പറഞ്ഞു അത് ഞാൻ തന്നെയാണെന്ന്. പിന്നെ അവൾ അവിടെ നിന്നോ? ഓടി അവിടെ പട്ടണത്തിൽ ചെന്ന് പലരോടും പറഞ്ഞു ഞാൻ കർത്താവിനെ കണ്ടു, ഈശോയെ കണ്ടു. നിങ്ങൾ ഓടിയിട്ടുണ്ടോ? ഇല്ല. ഈ വെപ്പും പടയും തീറ്റുന്ന തന്നെ ഇല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ 3:19 ഭക്ഷണപ്രിയർ ഉദരമാണ് അവരുടെ ദൈവം. അതുകൊണ്ടാണ് ഈശോനെ കിട്ടാത്തത്. 10 പ്രാവശ്യം വേണം ദിനയിലിരുന്നു ഉണ്ടോ? അതുകൊണ്ടാണ് ആദ്യ സമയത്തേക്ക് നല്ല ഉപവാസം വേണം. മത്തായി 6
16 തൊട്ട് 18 വനത്തിൽ ഉപവാസം എടുക്കണം. ആഴ്ചയിൽ 1 2 ദിവസം സമയത്താണ് ഉപവാസം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കണം. വേണോ? അത് വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ദൈവം നമ്മുടെ ഹൃദയമാണ് ഓരോരുത്തരെയും നോക്കുന്നത്, അല്ല നമ്മുടെ സൗന്ദര്യമല്ല. 1 സാമുവേൽ 16:7 അത് വായിച്ചിട്ടാ പറയുന്നത്. നമ്മുടെ ഉയരമോ തടിമെടുക്കോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ നോക്കണം എന്താണ്? നല്ല ജിബ കിട്ടണം, അല്ലേ? അല്ലെങ്കിൽ നല്ല സാരി, നല്ല സ്വർണം ഇട്ടാൽ ആയി. ഇതാണ് കാണുന്നത്, അല്ലേ? അതല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയഭാവമാണ്. അതാണ്. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ സൗന്ദര്യമോ നോക്കണ്ട, അവന് ഞാൻ ാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതുകൊണ്ടാണ് ലൂക്ക 16:15 മനുഷ്യന്റെ ദൃഷ്ടിയിൽ നല്ലത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ദൈവത്തിന്റെ ചിന്തകളെല്ലാം നമ്മളെപ്പോലെ അല്ല. യെശയ്യാ 55:8-9 ദൈവം ആത്മാവാണ്, ദൈവം ശക്തിയാണ്. ഈ ആത്മാവാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവം അവസാന നാളുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ജോയൽ പ്രവാചകൻ 2:28-29 എല്ലാവരിലും, യുവതികളിലും യുവാക്കളിലും എല്ലാവരിലും. അപ്പൊ വിദ്യാഭ്യാസമൊന്നും കർത്താവിന് വേണോ? ഡിഗ്രി വേണോ? ഒന്നും വേണ്ട. കണ്ടോ, ഞങ്ങളുടെ കൊച്ചിൻ ടീമിൽ തന്നെ ഏറ്റവും നല്ല കൗൺസിലേഴ്സ് ആയിട്ടുള്ളത് മത്സ്യം പിടിക്കുന്ന സഹോദരികളാണ്. പ്രൈസ് ദി ലോർഡ്. 6 പേരൊരു PhD ഡോക്ടറേറ്റ് ഉണ്ട്. കണ്ടോ, ഡബിൾ ഡോക്ടറേറ്റ് ഉള്ള 2 അച്ഛന്മാരുണ്ട്. പക്ഷെ അവരെക്കാളെല്ലാം വലിയ കർത്താവ് മത്സ്യം പിടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ശക്തരാക്കും ദൈവം. വചനം വരുമ്പോൾ നമ്മൾ എളിമയോട് വരണം. വചനം എത്രയൊക്കെ കൂടുതൽ വരുന്നു അത്രയ്ക്ക് നമ്മൾ താഴോട്ട് വരണം. സെയിന്റ് ആന്റണി കണ്ടോ, നിറച്ചും വചനമാണ്. നമ്മൾ എന്തെന്നാ വിളിക്കണം സെന്റ് ആന്റണി? സന്തോണി പുണ്യാളൻ. എന്നോ എന്താണ് പുണ്യാളനെ ഇരിക്കുന്നത്? വചനമാണ്. മാതാവിൽ എന്താണ് ഇരിക്കുന്നത്? വചനമാണ്. ലൂക്ക 2:19 വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് മാതാവിന്റെ കൃപ. ലൂക്ക 1:30-38 ഇതാ ദാസി, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടോ? അപ്പോഴേ കൃപയിലോട്ട് വരുവുള്ളൂ. ലൂക്ക 1:45 വചനം പറയുന്നതെല്ലാം നടന്നിരിക്കും. വിശ്വസിക്കണം. വചനം വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമ്മുടെ ബന്ധനമാണ്. നമ്മളുള്ള ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങൾ പൊട്ടിപ്പോണെങ്കിൽ വചനം കേൾക്കണം. കേട്ട് വരണം. ഇരുന്ന് കേൾക്കണം. 2 പേരുണ്ടായിരുന്നില്ലേ? മറിയവും പിന്നെ ആരാണ്? മാർത്ത, ചേർത്തി അനിയത്തിയുമാണ്. ലൂക്ക 10:38-42 വചനം ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാതെ. മർത്തായും മറിയവും. അവൻ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കലിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല.
അപ്പോൾ നമുക്ക് മറിയമാകണോ മാർത്തയാകണോ ഇവരോടെ ചോദിക്കണം, നിങ്ങളോടല്ല കേട്ടോ, ഇങ്ങോട്ട് ആരാകണം? ഒച്ചത്തിൽ പറഞ്ഞു. ആ, മറിയമാണെങ്കിൽ കർത്താവിൻ്റെ പാദത്തിലിരിക്കണം, ഭജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മാർത്തയാട്ടെ അയലൊക്കത്തെല്ലാം പോയി ഉള്ള വഴക്കും കല്യാണം മുടക്കും പിന്നെ കൊണ്ട് എല്ലാം ഉണ്ടാക്കി നടന്നുണ്ടോ ഉണ്ടോ. അപ്പോൾ മറിയം, ഞാനൊരു കോൺവെന്റിൽ ചെന്നപ്പോൾ അവിടുത്തെ നൊവീഷ്യേറ്റ്സിന് അവിടുത്തെ മദർ പ്രൊവിൻഷ്യാൽ കൊണ്ടുവന്ന് ഒരു ക്ലാസ് കൊടുക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഞാൻ ചോദിച്ചവരോട്, എല്ലാ നൊവീഷ്യേറ്റ് കുട്ടികളോടും നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചു. അപ്പം അവരെല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് മാർത്തയാകാൻ മതി. കണ്ടോ, കന്യാസ്യാൻ പറഞ്ഞു മാർത്തയാകാൻ മതി. ഉണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ ആരാകേണ്ടത്? മറിയമാകേണ്ടത്. മറിയം നല്ല കാര്യം തിരഞ്ഞെടുത്തു. കണ്ടോ, ഈശോന്റെ പാദത്തിൽ. ആണുങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ പത്രോസാകണോ യൂദാസാകണോ? പത്രോസാണ്. ഉറപ്പിച്ചു പറയാം. ആ യൂദാസ് എന്ന് പറഞ്ഞാൽ പുകറ്റിപ്പോവും പണം. യൂദാസ് ആരാണെന്ന് അറിയാമോ? എന്നാ വായിക്കും, യോഹന്നാൻ 12:1-8 അതാണ് പിരിവുകാര് ഉണ്ടല്ലോ. അത് നന്നാക്കാൻ പോണം, ഇത് നന്നാക്കാൻ പോണം, നാട് നന്നാക്കാൻ പോണില്ലേ. റോമ 4:2 ദൈവത്തിന്റെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിൽ പേരും പെരുമയ്ക്കും വേണ്ടിയാണ്. അതാണ് ചിലർ പേരും പെരുമയ്ക്ക് വേണ്ടി ഓടും. ദൈവം അവിടെ സമ്മതിക്കില്ല. ദൈവം നോക്കണം ഹൃദയഭാവമാണ്. വെളിപ്പാട് 2:23 നമ്മുടെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. ഇതാണ് രാത്രി വന്ന് നിന്നെ പരിശോധിച്ച് നോക്കുന്നതെല്ലാം സങ്കീർത്തനം 26:2 സങ്കീർത്തനം 17:3 പറയുന്നത്. സങ്കീർത്തനം 139 1-6 വനത്ത് നിന്നെ വന്ന് പരിശോധിച്ച് നോക്കുന്നു. കണ്ടോ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം മാത്രമാണ്. അതായത് വേറെ ഒന്നുമല്ല. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന് ദാനമാണ്. വചനം പാലിക്കുമ്പോൾ നിന്റെ അടുക്കള കൂടി ഞാൻ നോക്കിക്കൊള്ളാമെന്ന ദൈവം ഇല്ലേ. നിയമത്തിന് 28:1-14 എന്തുകൊണ്ടാണ് ഉപ്പ് കൂടി പോകുന്നത് പറയാമോ? വീട്ടിൽ കറിക്ക് ഉപ്പ് കൂടി പോകുന്നത് പലയിടത്തും ശ്രദ്ധിച്ചിരുന്നിട്ടാണ്. ഭർത്താവിനോടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ ആ മക്കളോട്. കണ്ടോ, ഇതൊക്കെ വരുന്ന കാര്യം ഇതുകൊണ്ടാണ്. നേരെ മറിച്ച് അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ കൃത്യം ഉപ്പയിടുള്ളൂ. കഞ്ഞിയെല്ലാം വെന്തു പോയില്ലേ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 28 പറയുന്നത് 1-26 വനത്തിൽ അതിൽ 25-26 എന്ത് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ വായിക്ക് പൂട്ടും താക്കോലും വേണോ? നാക്കിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് യാക്കോബ് 3:2. അവർ നാക്കിനെ നിയന്ത്രിക്കുമ്പോഴാണ് കർത്താവിലോട്ട് വേഗം വേഗം വരുന്നത്. പറഞ്ഞു വരുന്നെന്ന് വായിച്ചത്. അപ്പോൾ പത്രോസ് വേണോ യൂദാസ് വേണോ? കണ്ടോ, എന്നിട്ട് കർത്താവ് പത്രോസിനെ തല്ലി പുറത്താക്കിയോ? ഇല്ലല്ലോ, കൂടെ കൊണ്ടു നടന്നില്ലേ. അത്രയും സ്നേഹമാണ് ദൈവത്തിന്റെ. ദൈവത്തെ നിറവേറാനാണ് പത്രോസ് ആ യൂദാസിനെ കൂടെ കൊണ്ടു നടന്നത് കർത്താവ്. അപ്പൊ ദൈവം അത്രയും ക്ഷമിക്കുന്നവനാണ്. ഇതുകൊണ്ടാണ് പാപം ചെയ്തവർക്ക് കൂടുതൽ കൃപ കൊടുക്കുന്നത്. റോമ 5:20 പാപം ചെയ്തവർക്ക് കൂടുതൽ കൃപ ദൈവം കൊടുക്കും. മടങ്ങി വരണം, പശ്ചാത്തപിച്ച് മടങ്ങി വരണം. പ്രഭാഷകൻ 17:24-32 ഈശോ ആദ്യം വന്ന് പറഞ്ഞ വചനം ഏതാണ് പറയാൻ മാർഗങ്ങൾ? മാർക്കോസ് 1:15 എന്താ പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് പശ്ചാത്തലം വന്നാൽ മാത്രമേ സുവിശേഷം ഈ ബൈബിൾ വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നവന് ഇത് ശക്തിയാണ്. അതാണ് 1 കൊരിന്ത്യർ 1:18. അതാ റോമ 1:16-17 വചനം വിശ്വസിക്കുന്നവന് ശക്തിയാണ്. അതാണ് ഞങ്ങളുടെ കൂടെയൊക്കെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതായത് ഞങ്ങളുടെ മഹത്വമൊന്നുമല്ല, കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ്. ഗലാത്യ 6:17-18 ഈ മരിക്കുമ്പോൾ ചവിട്ടോർമ്മ വിളിക്കാതെ വിളിച്ചാൽ മതിയോ? പോവോ? ഇല്ല, പോയേല.
എങ്ങനെയെങ്കിലും ഈശോനെ അറിയാട്ടെ എന്നാണ് എനിക്ക് വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കട്ടെ, പശ്ചാത്താപം വരട്ടെന്ന് വിചാരിക്കും. എന്നാലും മരിക്കുമ്പോൾ എന്തായിരിക്കും? സ്വർണത്തെ കയറി പിടിച്ചതായിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ പെട്ടിയുടെ താക്കോല് നോക്കും, അല്ലെങ്കിൽ മരുമൻ വന്ന് കട്ടുകൊണ്ട് പോകാമെന്ന് നോക്കും ഇല്ലേ? ഇങ്ങനെയുള്ള പെപ്രാളമായിരിക്കും. വചനം ഉണ്ടെങ്കിലോ മരണത്തെ പേടിയുണ്ടാവുമോ? ആ അല്ലെങ്കിൽ ഏറ്റവും പേടി എന്തായിരിക്കും? മരണമെന്ന് കേൾക്കുമ്പോഴാണ്. കണ്ടോ, ഭയം ഒക്കെ ഉണ്ടാകുന്ന മരണമാണ്. ഈശോ വന്നാലോ, വചനം വന്നാലോ, അതെല്ലാം എടുത്ത് കർത്താവ് മാറ്റും. നമ്മുടെ ഭയമെല്ലാം പോകും. ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ്? സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 4:18 സ്നേഹം വരുമ്പോൾ ഭയമെല്ലാം പോകും. 1 പത്രോസ് 4:8 നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയും സ്നേഹം വരുന്നു. ഇതാണ് ദൈവസ്നേഹമാണ്. ഈശോ ആദ്യം വന്ന് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 13:34-35 വാക്യത്തിൽ, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക.